ഹായ് ഫ്രണ്ട്സ്, ശ്രീ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം ഓണവിഭവം അവിയലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. അവിയലിക്ക് വേണ്ട കഷ്ണങ്ങളാണ് കൊത്തമര, ബീൻസ് പയർ, ക്യാരറ്റ്, മത്തങ്ങ, മുരിങ്ങക്കായ. ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞിട്ട് കഴുകി മഞ്ഞൾ വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നേരത്തോടെ നുറുക്കി വെച്ച് കഴുകി മാറ്റി വയ്ക്കുക. ഇനി ചേന നുറുക്കിയിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നിച്ചിടുന്നില്ല, ചൊറിയണ കാരണം കൊണ്ടാണ് നീക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നേന്ത്രക്കായ ചെറിയൊരു പീസ് കഷ്ണങ്ങളായിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, വേപ്പിലയും വേണം. ഇഞ്ചി ചെറിയൊരു പീസ് ചതച്ചത്, സബോള ചെറിയൊരു പീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തൈര്. പിന്നെ ഇതിലേക്ക് അരപ്പിലോട്ട് നാളികേരം 1 ടീസ്പൂണ്, ചെറുജീരകം, അത് നല്ല ജീരകം, പിന്നെ ഉള്ളി ഒരു 6 വേണ്ടി വരും. ഇനി എല്ലാ കഴുകി വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഈ വെക്കാനുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേനയ്ക്കൊക്കെ നല്ല വേവുള്ളതാണ്. എന്നാൽ മത്തങ്ങ വേവ് കുറവേ വേണ്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഈ കഷ്ണങ്ങളിലെല്ലാം വെള്ളത്തിൻ്റെ അംശം ഉണ്ട്. അതുകാരണം കൊണ്ട് നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ ഇതിൽ ആവി വന്ന് വീഴും. ഇപ്പോൾ ചേന ഇട്ട് കഴിഞ്ഞു, നമ്മൾക്ക് ഇനി നേന്ത്രക്കായ അരിഞ്ഞു വെച്ചത് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് പകുതി നീക്കി വെച്ചിരിക്കുന്നുണ്ട്, പകുതി നമുക്ക് അരപ്പിൻ്റെ ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. സബോളയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇടുന്നതായതുകൊണ്ട് നമുക്ക് മുളക് പൊടി കുറച്ചേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന അവിയൽ കഷ്ണങ്ങളൊക്കെ വളരെ കുറവാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ളതേ ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങളുടെ അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണ്. കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇട്ട ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം. എല്ലായിടത്തേക്ക് ആവുന്ന രീതിയിലൊന്ന് തിരുമ്മി കൊടുക്കുക. ഇപ്പം എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിക്കാൻ വെക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. കൂടുതൽ വെള്ളമായി പോകരുത്, വെന്തുടയാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട് അവിയൽ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായി കുഴച്ച് ആക്കിയതിന് ശേഷം വെള്ളം അതിൽ ചെറുതായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഇതെല്ലാം ആക്കിയിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. അതിന് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല ഉപയോഗിച്ച് വാഴയില കൊണ്ട് മൂടിയിട്ട് വേണം വേവിക്കാനായിട്ട്. വാഴയില കൊണ്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണം അതിന് അവിയലിന് കിട്ടും. ഈ മൂടി വെച്ച് ഒരു 10-20 മിനിറ്റൊക്കെ മൂടി വെച്ച് ഫ്ലെയിം കുറവിൽ വേണം വേവിക്കാൻ. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, അപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നാളികേരവും ജീരകവും ഉള്ളിയും കൂടി ചേർത്ത് അരയ്ക്കണം. വെള്ളം ചേർക്കാതെ അതിൽ പച്ചമുളക് മാറ്റി വെച്ച പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് മിക്സിയിൽ ഒരു കറക്കിയെടുക്കാം. തൈര് നമുക്ക് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണം വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ താഴത്തെ ഭാഗത്ത് അടിഭാഗത്തായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ 2 കൈയും ഉപയോഗിച്ചിട്ട് കലത്തിൻ്റെ സൈഡിൽ പിടിച്ചിട്ട് കുടഞ്ഞു കൊടുക്കുക. ഒരിക്കലും കയ്യിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇളക്കരുത്. അപ്പോൾ വീണ്ടും നമ്മൾ
മോൾ ഭാഗത്ത് അടിയിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വീണ്ടും വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കാണും. നമ്മുടെ അധികം വേവുള്ളത് ചേനയാണ്. ചേനയുടെ വേവ്, ചേന വെന്തോന്ന് നോക്കുക. ബാക്കി എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചേന വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും അതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടോ നോക്കുക. വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് ലേറ്റ് തീയിൽ വറ്റിച്ചെടുക്കുക. പിന്നെ നമ്മൾ അരപ്പ് നാളികേരത്തിൻ്റെ അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് നന്നായി വെള്ളം പോലൊന്നും അരക്കരുത്. ചെറിയ തരിതരിയായിട്ടുള്ള അരപ്പാണ് വേണ്ടത്. അത് നമുക്ക് നമ്മുടെ വെന്ത അവിയലിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് സ്പൂണിലോ അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. വല്ലാണ്ട് ഉടക്കരുത്. അപ്പോൾ ഇതിലത്തെ പരുവം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടയാതെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നാളികേരം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. വല്ലാണ്ട് ഇളക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് ആകെ ഇതാവും. ഇനി നമുക്കിതിലോട്ട് ഇതെല്ലായിടത്തേക്കും ഒന്ന് ആയൊന്ന് നോക്കുക. എല്ലായിടത്തേക്കും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലോട്ട് നമ്മൾ തൈര് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുളി കൂടും. നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകിട്ടൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നല്ലോണം പുളി കൂടും. അതുകൊണ്ട് 1 2 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒരു കയ്യിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പതുക്കൊന്ന് എല്ലായിടത്തേക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചൊന്ന് പതുക്കൊന്നാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഓണത്തിന് ഇതുപോലെ ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അവിയൽ നല്ലൊരു മണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ചേരുവകളെല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ, സീ യു.